കുട്ടികളുടെ FM 90.0 കർഷകന്റെ റേഡിയോ, കർഷകന്റെ വാക്ക്, കൃഷിയുടെ കൂട്ട്. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. FACT കാർഷിക സ്പോൺസർഡ് പരിപാടി. ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പച്ചക്കറി വിളകളിലെ മഴക്കാല രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. കൃഷിയിൽ രോഗബാധ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് മഴക്കാലത്താണ്. കുമിൾ, ബാക്ടീരിയ, വൈറസ്, ഫൈറ്റോപ്ലാസ്മ മുതലായവ പലതരം സൂക്ഷ്മാണുക്കളാണ് സസ്യരോഗങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രധാനമായും കുമിൾ രോഗമാണ് മഴക്കാലത്ത് വ്യാപകമായി കണ്ടുവരുന്നത്. അന്തരീക്ഷത്തിലെ ഉയർന്ന ആർദ്രതയും കുറഞ്ഞ താപനിലയുമാണ് മഴക്കാലത്ത് കുമിൾ രോഗങ്ങൾ വ്യാപിക്കാൻ കാരണം. തൈ ചീയൽ, മൃദുരോമപ്പൂപ്പ്, തണ്ടുചീയൽ, കായ് ചീയൽ, ഇലകരിച്ചിൽ, ആന്ത്രാക്നോസ്, വാട്ടരോഗങ്ങൾ എന്നിവയാണ് രോഗങ്ങളിൽ പ്രധാനപ്പെട്ടത്. നിയന്ത്രണ മാർഗങ്ങൾ അനവധിയുണ്ടെങ്കിലും രോഗം വരാതിരിക്കുവാൻ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ആരംഭഘട്ടത്തിൽ തന്നെ രോഗനിർണയം നടത്തി രോഗാണുവിനെ തിരിച്ചറിഞ്ഞ് അതിന്റെ ഉറവിടവും വ്യാപന മാർഗങ്ങളും മനസ്സിലാക്കി വിത്ത്, നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെ വിവിധ മാർഗങ്ങൾ യഥാസമയം പ്രയോഗിച്ച് രോഗനിയന്ത്രണം സാധ്യമാക്കാം. രോഗനിയന്ത്രണത്തിന് സംയോജിത മാർഗങ്ങൾ അവലംബിക്കേണ്ടതാണ്. പ്രതിരോധശേഷിയുള്ളതും ആരോഗ്യവുമുള്ളതുമായ നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കുകയും ഉചിതവും ശാസ്ത്രീയവുമായ കൃഷിരീതികൾ അവലംബിക്കുകയും ജൈവ ഉപാധികൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്ത് രോഗങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാം. എന്നാൽ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ അനുവദനീയമായ രാസകുമിൾനാശിനികൾ നിർദ്ദേശിക്കപ്പെട്ട അളവിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പ്രയോഗിച്ചാൽ നിർദ്ദേശിക്കപ്പെട്ട കാലാവധി കഴിഞ്ഞേ വിളവെടുക്കുവാൻ പാടുള്ളൂ. രോഗനിയന്ത്രണത്തിന് സംയോജിത മാർഗങ്ങൾ അവലംബിക്കുന്നതാണ് അഭികാമ്യം. പ്രതിരോധശേഷിയുള്ളതും ആരോഗ്യമുള്ളതുമായ നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കുകയും ഉചിതവും ശാസ്ത്രീയവുമായ കൃഷിരീതികൾ അവലംബിക്കുകയും ജൈവ ഉപാധികൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്ത് രോഗങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാം. എന്നാൽ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ അനുവദനീയമായ രാസകുമിൾനാശിനികൾ നിർദ്ദേശിക്കപ്പെട്ട അളവിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പ്രയോഗിച്ചാൽ നിർദ്ദേശിക്കപ്പെട്ട കാലാവധി കഴിഞ്ഞേ വിളവെടുക്കുവാൻ പാടുള്ളൂ. പച്ചക്കറി വിളകളെ ബാധിക്കുന്ന ചില പ്രധാന രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളുമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. തൈ ചീയൽ മഴക്കാലത്ത് ഏറ്റവും അധികം കണ്ടുവരുന്ന ഒരു കുമിൾ രോഗമാണിത്. പിത്തിയം, റൈസോക്ടോണിയ, ഫ്യുസേറിയം, ഫൈറ്റോഫ്തോറ എന്നീ ജനുസുകളിൽപ്പെട്ട കുമിളുകളാണ് രോഗഹേതു. മുളക്, തക്കാളി, വഴുതന, വെണ്ട മുതലായ പച്ചക്കറി വിളകളിലെ ഈ രോഗം സാധാരണയായി കണ്ടുവരുന്നു. രോഗലക്ഷണങ്ങൾ: വിത്തുകൾ മുളയ്ക്കാതെ ചീഞ്ഞു പോകുന്നു. തൈകളുടെ തണ്ടും വേരും പറിച്ചു നടാൻ പാകമാകുന്നതിന് മുൻപ് അഴുകി നശിച്ചു പോകുന്നു. അഴുകിയ വിത്തുകളിലും സസ്യഭാഗ്യങ്ങളിലും കുമിളിന്റെ വളർച്ച കാണാൻ സാധിക്കും. അവിടെ ഇവിടെയായി വലിയ വട്ടങ്ങളിൽ തൈകൾ അഴുകിപ്പോയതായി കാണാം. നിയന്ത്രണ മാർഗങ്ങൾ: നഴ്സറിയിൽ നീർവാർച്ചയുള്ള പ്രദേശങ്ങളിൽ തവാരണകൾ തയ്യാറാക്കുക. വിത്ത് പാകുന്നതിന് മുമ്പ് മണ്ണ് സൂര്യതാപീകരണം വഴിയോ തീയിട്ടോ അണുവിമുക്തമാക്കുക. ബോഡോ മിശ്രിതം 1% അല്ലെങ്കിൽ ചെഷൻ മിശ്രിതം 0.3% എന്നീ കുമിൾനാശിനികൾ ഉപയോഗിച്ച് തവാരണയിലെ മണ്ണ് നല്ലവണ്ണം കുതിർക്കുക. ഉണക്കി പൊടിച്ച കാലിവളമോ അഴുകിയ കമ്പോസ്റ്റോ മാത്രം ഉപയോഗിക്കുക. ജൈവ കുമിൾ നാശിനികളായ ട്രൈക്കോഡർമയോ സ്യൂഡോമോണാസോ നനയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ചേർക്കുകയോ വിത്തിൽ പുരട്ടുകയോ ചെയ്യുക. വിത്ത് പരിചരണത്തിന് ട്രൈക്കോഡർമ 10 ഗ്രാം 1 കിലോ വിത്തിന് എന്ന തോതിൽ, സ്യൂഡോമോണാസ് 20 ഗ്രാം 1 കിലോ വിത്തിന് എന്ന തോതിലും ഉപയോഗിക്കാം. രോഗബാധ രൂക്ഷമായ പ്രദേശങ്ങളിൽ തൈറോം 2 ഗ്രാം 1 കിലോ വിത്തിന് എന്ന തോതിൽ ഉപയോഗിച്ച് വിത്ത് പരിചരണം നടത്താം. വിത്തിന്റെ തോതിൽ കൃത്യത പാലിക്കുക. തൈകൾ പറിച്ചു നടുമ്പോൾ സ്യൂഡോമോണാസ് ലായനിയിൽ അരമണിക്കൂർ മുക്കി വെച്ച ശേഷം നടുക. പ്രധാന കൃഷിയിടത്തിൽ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെടിയിൽ തളിക്കുകയോ ചെയ്യുക. രോഗം ബാധിച്ച ചെടികൾ പിഴുതു നശിപ്പിക്കുക. രോഗം ബാധിച്ച തടങ്ങളിൽ മാംഗോസെബ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കുമിൾനാശിനിയായി ഉപയോഗിച്ച് മണ്ണ് കുതിർക്കുക. മൃദുരോമപ്പൂപ്പ് മഴക്കാലത്ത് വെള്ളരി വർഗ്ഗ വിളകളെ പാവൽ, പടവലം, വെള്ളരി, തണ്ണിമത്തൻ എന്നിവയിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു കുമിൾ രോഗമാണിത്. സ്യൂഡോപെർണോസ്പോറ ക്യൂബെൻസിസ് എന്ന കുമിളാണ് രോഗഹേതു. രോഗലക്ഷണങ്ങൾ: ഇലകളിൽ വെള്ളം കൊണ്ട് കുതിർന്നതുപോലെ ഉള്ള പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇത്തരം പാടുകളിൽ അടിഭാഗത്ത് വെളുത്ത നിറത്തിൽ
കുമിളിന്റെ വളർച്ച കാണാം. നിയന്ത്രണ മാർഗങ്ങൾ: രോഗവിമുക്തമായ ചെടികളിൽ നിന്നും വിത്ത് ശേഖരിക്കുക. വിത്ത് ഉപചരണം നടത്തിയ ശേഷം നടാനായി ഉപയോഗിക്കുക. രോഗം ബാധിച്ച ഇലകൾ ശേഖരിച്ച് നശിപ്പിക്കുക. കൃഷിയിടങ്ങൾ ശുചിയായി സൂക്ഷിക്കുക. മണ്ണിൽ പടർന്നു കിടക്കുന്ന വള്ളികളെ മണ്ണുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാനായി തെങ്ങോലയോ മറ്റ് ഇലകളോ കാമ്പോ ഉപയോഗിച്ച് ഉയർത്തി വെക്കുക. ചെടികൾ നടുന്നതിന് കൃത്യമായ അകലം പാലിക്കുക. ഇതുവഴി വായു സഞ്ചാരം ഉറപ്പുവരുത്തുക. സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുക. രോഗബാധ രൂക്ഷമാണെങ്കിൽ 3 ഗ്രാം മാംഗോസെബ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ലായനി കൊണ്ടും മണ്ണ് കുതിർക്കുകയും ഇലകളുടെ ഇരുവശങ്ങളിലും പതിക്കുന്ന തരത്തിൽ തളിക്കുകയും ചെയ്യുക. അക്കോമിൻ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഫലപ്രദമാണ്. ഫുസേറിയം വാട്ടം: പയർ കൃഷിയിൽ വ്യാപകമായി കണ്ടുവരുന്ന ഈ രോഗം ഉണ്ടാക്കുന്നത് ഫ്യുസേറിയം ഓക്സിസ്പോറം, ഫ്യുസേറിയം സൊളാനി എന്നീ കുമിളുകളാണ്. വെണ്ട, വഴുതന, മുളക്, വെള്ളരിവർഗ വിളകൾ എന്നിവയിലെല്ലാം ഈ രോഗം ബാധിക്കാറുണ്ട്. രോഗലക്ഷണങ്ങൾ: രോഗം ബാധിച്ച ചെടികളുടെ ഇലകൾ മഞ്ഞളിച്ച് ദ്രുതഗതിയിൽ വാടുകയും വാടിയ ചെടികൾ വേരുകൾ ചീയുകയും വെള്ളവും വളവും വലിച്ചെടുക്കുകയും ധമനികൾക്ക് ക്ഷതം സംഭവിക്കുകയും ചെയ്യുന്നു. തായ്വേര് വണ്ണിച്ച് ചെറിയ കിഴങ്ങ് പോലെയാവുകയും അത് വിണ്ടുകീറി അഴുകുകയും ചെയ്യുന്നു. കടഭാഗം ജീർണിച്ച ചകിരിനാരുകൾ പോലെയാകുന്നു. കുമിളിന്റെ വെളുത്ത തന്തുകൾ രോഗബാധയേറ്റ തണ്ടിലും വേരുകളിലും കാണപ്പെടുന്നു. രോഗം ബാധിച്ച ചെടികളുടെ തണ്ടും വേരും പൊളിച്ചു നോക്കിയാൽ കടും തവിട്ട നിറം കാണാം. വെള്ളം വലിച്ചെടുക്കുന്ന ധമനികൾ കുമിളിന്റെ ആക്രമണം മൂലം നശിക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപൂർവമായി രോഗബാധയേറ്റ ചെടികളുടെ ഇലകളും മുകുളങ്ങളും മുരടിക്കുകയും ചെയ്യുന്നു. കായ്പിടുത്തം കുറയുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: തടം തയ്യാറാക്കുമ്പോൾ കരിയിലകളും ചപ്പുചവറുകളും കത്തിച്ച് തടം അണുവിമുക്തമാക്കുക. ചാണകം വേപ്പിൻ പിണ്ണാക്കുമായി 3:1 എന്ന അനുപാതത്തിൽ കലർത്തി തയ്യാറാക്കുന്ന മിശ്രിതത്തിൽ 1 കിലോഗ്രാം ട്രൈക്കോഡർമ 100 കിലോഗ്രാം ചാണക മിശ്രിതത്തിന് എന്ന തോതിൽ ചേർത്ത് സമ്പുഷ്ടമാക്കി ശേഷം ഉപയോഗിക്കുക. രോഗബാധ ഇല്ലാത്ത പയർ ചെടികളിൽ നിന്ന് വിത്ത് ശേഖരിക്കുക. നടുന്നതിന് മുമ്പായി സ്യൂഡോമോണാസ് 20 ഗ്രാം 1 കിലോ വിത്തിന് പുരട്ടുക. ഇതിനു പകരം അന്തർവ്യാപന ശേഷിയുള്ള കാർബൻഡാസിം എന്ന രാസകുമിൾനാശിനി 2 ഗ്രാം 1 കിലോ വിത്തിന് ഉപയോഗിച്ച് വിത്ത് പരിചരിക്കാം. കൃഷിയിടത്തിൽ നല്ല നീർവാർച്ച ഉറപ്പുവരുത്തുക. ആവശ്യാനുസരണം ജലസേചനം ക്രമീകരിക്കുക. നട്ട് 20, 40, 60 ദിവസങ്ങളിൽ പറയുന്ന ഏതെങ്കിലും ഒരു കുമിൾനാശിനി ഉപയോഗിച്ച് തടം നല്ലവണ്ണം കുതിർക്കുക. ചെടിയുടെ വളർച്ച അനുസരിച്ച് 1.5 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ ലായനി ഒരു ചുവടിന് വേണ്ടിവരും. കോപ്പർ ഓക്സി ക്ലോറൈഡ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന്, കാർബൻഡാസിം 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന്, മാംഗോസെബ്, കാർബൻഡാസിം ഇവ ചേർത്ത് സംയുക്ത കുമിൾനാശിനിയായി ഹെക്സാകോണോസോൾ അല്ലെങ്കിൽ ഫ്ലൂസിലാസോൾ. ജൈവ കൃഷിയിൽ രാസകുമിൾനാശിനികൾക്ക് പകരമായി സ്യൂഡോമോണാസ് 2% വീര്യത്തിൽ തയ്യാറാക്കിയ ലായനി ഒഴിച്ച് തടം കുതിർക്കുക. രോഗം വന്ന ചെടികളെ പിഴുതുമാറ്റി നശിപ്പിക്കുന്നത്. അതിനുശേഷം തടം രാസകുമിൾനാശിനി അല്ലെ ജൈവ കുമിൾനാശിനി ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. തണ്ടുചീയലും ഇരകരിച്ചിലും: റൈസക്ടോണിയ സൊളാനി എന്ന കുമിളാണ് രോഗകേതു. പയർ കൃഷിയിലാണ് ഈ രോഗം സാധാരണയായി കണ്ടുവരുന്നത്. രോഗലക്ഷണങ്ങൾ: തണ്ടിൽ മണ്ണിനോട് ചേർന്ന ഭാഗത്ത് ചൂടുവെള്ളം വീണ് പൊള്ളിയതുപോലുള്ള തവിട്ട നിറത്തിലുള്ള പാടുകൾ കാണാം. പാടുകൾ മോതിരവളയം പോലെ തണ്ടിനെ ചുറ്റി വ്യാപിക്കുന്നു. ചെടിയുടെ വളർച്ച മുരടിക്കുന്നു. ഇല മഞ്ഞളിക്കുന്നു. കുമിളിന്റെ വെളുത്ത തന്തുക്കൾ രോഗം ബാധിച്ച ഭാഗങ്ങളിൽ കാണാം. ക്രമേണ കുമിളിന്റെ തന്തുക്കൾ ഉരുണ്ടുകൂടി കടുകുമണി പോലെ കാണപ്പെടുന്നു. ഇലകളിൽ ചൂടുവെള്ളം വീണതുപോലെ വ്യക്തമായ ആകൃതിയില്ലാത്ത പാടുകൾ കാണാം. അവ ക്രമേണ വൈക്കോൽ നിറത്തിലായി കടും തവിട്ട നിറത്തിലുള്ള അരികുകളോട് കാണപ്പെടുന്നു. ഇലകൾ കരിയുകയും ചിലന്തിവല പോലെയുള്ള കുമിളിന്റെ തന്തുക്കളാൽ ബന്ധിച്ച് കൂട് പോലെയാകുകയും ചെയ്യുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: തടം തയ്യാറാക്കുമ്പോൾ ആഴത്തിൽ കിളച്ച ശേഷം അല്പം ഉയർന്ന തടങ്ങൾ എടുക്കണം. വിത്ത് അധികം ആഴത്തിലല്ലാതെ നടുക. രോഗവിമുക്തമായ ചെടികളിൽ നിന്ന് വിത്ത് ശേഖരിച്ച് ഉപയോഗിക്കുക. ഫ്യുസേറിയം വാട്ടരോഗത്തിന് നിയന്ത്രണ മാർഗങ്ങൾ ഇതിനും അവലംബിക്കാം. ഈ രോഗത്തിന്റെ ഭാഗമായി ഇലകരിച്ചിലും ഉണ്ടാകുന്നതിനാൽ കുമിൾനാശിനികൾ ഇലകളിൽ കൂടി തളിക്കേണ്ടതാണ്. തണ്ടുചീയൽ രോഗം: മഴക്കാലത്ത് പയർ കൃഷിയെ ബാധിക്കുന്ന ഈ രോഗത്തിന് കാരണം പിത്തിയം അഫാനിഡെർമേറ്റം എന്ന കുമിളാണ്. ലക്ഷണങ്ങൾ: തണ്ടിന്റെ താഴ്ഭാഗത്തായി അവിടിവിടെ നനഞ്ഞ പാടുകൾ കാണപ്പെടുന്നു. ഇവിടെ കുമിളിന്റെ തന്തുക്കൾ വളർന്ന് പഞ്ഞി പോലെ കാണപ്പെടുന്നു. തണ്ടുകൾ അഴുകുകയും ക്രമേണ ചെടികൾ ഒന്നാകെ വാടിത്തുടങ്ങുകയും ചെയ്യുന്നു. ഇലകളിൽ നനഞ്ഞ കടും പച്ച നിറത്തിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു. ക്രമേണ പാടുകൾ വ്യാപിക്കുകയും ഇലകൾ ചീഞ്ഞു പോകുകയും ചെയ്യുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: രോഗം വന്നു വാടിയ ചെടികൾ പിഴുതുമാറ്റി നശിപ്പിക്കുക.
ഇവയുടെ തടങ്ങളിൽ COC 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കി ലായനി ഒഴിച്ച് മണ്ണ് കുതിർക്കുക. വിത്ത് നട്ട് 20, 40, 60 ദിവസത്തിനു ശേഷം സ്യൂഡോമോണാസ് ചെടികളിൽ തളിക്കുന്നതും ചുവട്ടിലെ മണ്ണ് കുതിർക്കുന്നതും രോഗം നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. പഞ്ചഗവ്യം 10%, മത്തിശർക്കര മിശ്രിതം 10% തളിക്കുന്നത് ചെടിയുടെ വളർച്ചയ്ക്കും രോഗനിയന്ത്രണത്തിനും ഉത്തമമാണ്. നേർപ്പിച്ച ചാണക വെള്ളത്തിൽ സ്യൂഡോമോണാസ് ചേർത്ത് ലായനി തളിക്കുന്നതും ഉത്തമമാണ്. കരിവെള്ളി അല്ലെ ആന്ത്രാക്നോസ് രോഗം. പയറിൽ സാധാരണയായി കണ്ടുവരുന്ന ഈ രോഗം കൊളക്ടോട്രൈക്കം ഗ്ലിയോസ്പോറോയിഡസ് എന്ന കുമിളാണ് ഉണ്ടാക്കുന്നത്. ലക്ഷണങ്ങൾ: ഇലകളിലും കായ്കളിലും വിത്തുകളിലും ആഴത്തിലുള്ള കറുത്ത പുള്ളികൾ കാണപ്പെടുന്നു. തണ്ടുകളിൽ കടും തവിട്ട നിറത്തിലുള്ള പാടുകൾ കാണാം. ഇലകൾ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകുന്നു. ചെടികൾ മുരടിക്കുന്നു. കായ്കളും വളർച്ച മുരടിച്ച് കൊഴിഞ്ഞു പോകുന്നു. വള്ളികൾ ഉണങ്ങി നശിക്കുന്നു. രോഗം ബാധിച്ച ചെടികളിൽ നിന്നും ശേഖരിച്ച വിത്തുകളിൽ നിന്നും മുളച്ചു വരുന്ന തൈകളുടെ തണ്ടുകളിൽ കറുത്ത പാടുകൾ ഉണ്ടാകുകയും അവ നശിച്ചു പോകുകയും ചെയ്യുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: രോഗം ബാധിക്കാത്ത ചെടികളിൽ നിന്ന് വിത്ത് ശേഖരിക്കുക. വിത്ത് നടുന്നതിന് മുൻപ് സൂഡോമോണാസ് ഉപയോഗിച്ചോ കാർബൻഡാസിം ഉപയോഗിച്ചോ വിത്ത് പരിചരിക്കുക. രോഗം വന്ന് പൊഴിഞ്ഞു വീണ ഇലകളും വള്ളികളും തടത്തിൽ നിന്ന് മാറ്റി നശിപ്പിക്കുക. രോഗം രൂക്ഷമായ ചെടികളിൽ കാർബൻഡാസിം, മാൻഗോസബ്, കോപ്പർ ഓക്സിക്ലോറൈഡ് ഇവയിലേതെങ്കിലും കുമിൾനാശിനി 2 ആഴ്ച ഇടവിട്ട് തളിച്ചു കൊടുക്കുക. താരതമ്യേന പുതിയ രാസകുമിൾനാശിനിയായ പ്രൊപ്പിക്കോണസോൾ തളിച്ചു കൊടുക്കുക. ജൈവ കൃഷിയാണെങ്കിൽ സ്യൂഡോമോണാസ് 2% വീര്യത്തിൽ തളിച്ചു കൊടുക്കുക. കായ് ചീയൽ. പയർ, വെള്ളരി വർഗ്ഗ വിളകൾ, വഴുതന വർഗ്ഗ വിളകൾ, വെണ്ട എന്നിവയിൽ വ്യാപകമായി കാണുന്ന രോഗമാണിത്. കൊയിനിഫോറ ജെന്യുസിൽപ്പെട്ട കുമിളുകളാണ് പ്രധാന രോഗകേതു. പയറിൽ വിത്തുൽപാദിപ്പിക്കുന്നതിനായി നിലനിർത്തുന്ന കായ്കളിൽ ഈ രോഗം കൂടുതലായി കാണാം. വെണ്ടയിലാകട്ടെ പൂക്കളുടെ ഇതളുകൾ പരാഗണത്തിന് ശേഷം വാടിത്തുടങ്ങുന്ന അവസരത്തിൽ അവയിൽ കുമിൾ വളരുകയും വളർന്നു വരുന്ന ഇളം കായ്കളിലേക്ക് രോഗം പടർന്നു പിടിക്കുകയും ചെയ്യുന്നു. മുകളിൽ രോഗലക്ഷണങ്ങൾ ഇളം തണ്ടുകളിലും ഇലകളിലും കൂടി വ്യാപിക്കുന്നു. വെള്ളരിയിൽ ഈ രോഗം കൂടുതലായി കാണാറുണ്ട്. ലക്ഷണങ്ങൾ: കായ്കളിൽ നനഞ്ഞ പാടുകൾ കാണപ്പെടുന്നു. ക്രമേണ പാടുകൾ വലുതാകുകയും കായ്കൾ അഴുകിപ്പോവുകയും ചെയ്യുന്നു. അഴുകിയ കായ്കളിലും ആക്രമണ വിധേയമായ ഭാഗങ്ങളിലും വെളുത്ത നിറത്തിലുള്ള കുമിൾ വളർന്നിരിക്കുന്നത് കാണാം. ഏത് പ്രായത്തിലുള്ള കായ്കളും ആക്രമണ വിധേയമാകാറുണ്ട്. ചിലപ്പോൾ ഇലകളും തണ്ടുകളും കൂടി അഴുകാനും സാധ്യതയുണ്ട്. അഴുകിയ കായ്കളിൽ കറുത്ത മൊട്ടുകളോട് കൂടിയ കുമിളിന്റെ വെളുത്ത തണ്ടുകൾ അഴുകിയ കായ്കൾക്ക് ചുറ്റും കാണുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: രോഗവിമുക്തമായ ചെടികളിൽ നിന്നും വിത്ത് ശേഖരിക്കുക. ട്രൈക്കോഡെർമ, സ്യൂഡോമോണാസ് ഉപയോഗിച്ച് വിത്ത് പരിചരണം നടത്തുകയും ചെടികളിൽ തളിക്കുകയും ചെയ്യുക. ജലസേചനം ക്രമീകരിക്കുക. നീർവാർച്ചാ സൗകര്യം ഉറപ്പാക്കുക. കൃഷിയിടം വൃത്തിയായി സൂക്ഷിക്കുക. കായ്കൾ മണ്ണിനോട് നേരിട്ട് സ്പർശിക്കാൻ കരിയില, കടലാസ് മുതലായവ ഉപയോഗിക്കുക. രോഗം വന്ന കായ്കൾക്ക് മറ്റു ഭാഗങ്ങൾക്കും പറിച്ചു മാറ്റി നശിപ്പിക്കുക. ജൈവക്കൂട്ടുകളായ പഞ്ചഗവ്യം, ജീവാമൃതം, വെർമിവാഷ് എന്നിവയിലേതെങ്കിലും കായ്കളിൽ തളിക്കുക. മാൻഗോസബ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചെടികളിൽ തളിച്ചു കൊടുക്കുക. ഇതേ കുമിൾനാശിനി 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി മണ്ണ് കുതിരത്തക്ക വിധത്തിൽ പ്രയോഗിക്കുക. ആന്ത്രാക്നോസും കായ് അഴുകലും. കൊളക്ടോട്രൈക്കം എന്ന കുമിൾ കാരണമുണ്ടാകുന്ന ഈ രോഗം മുളകിലാണ് കൂടുതലായി കാണുന്നത്. വെള്ളരി വർഗ്ഗ വിളകളിലും ഇത് കണ്ടുവരുന്നു. ലക്ഷണങ്ങൾ: മുളക് ചെടിയുടെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ഈ രോഗം കണ്ടുവരുന്നു. തൈകളിൽ ചീയലായും വളർന്ന ചെടികളിലെ ഇലകളിൽ കറുത്ത നിറത്തിൽ വൃത്താകൃതിയിലുള്ള പുള്ളികളായും രോഗലക്ഷണങ്ങൾ കാണുന്നു. തണ്ടുകളിലും ഇലഞ്ഞെട്ടുകളിലും ആഴത്തിലുള്ള കറുത്ത പാടുകളായും കാണപ്പെടുന്നു. കായ്കളിൽ ആഴത്തിലുള്ള നനുത്ത പാടുകൾ കാണുകയും അവ ഉള്ളിലേക്ക് വ്യാപിച്ച് കായ്കൾ ചീഞ്ഞു പോവുകയും ചെയ്യുന്നു. ചിലപ്പോൾ അവ ആ സ്ഥിതിയിൽ ഉണങ്ങി ചെടിയിൽ തന്നെ നിൽക്കുകയോ കൊഴിഞ്ഞു പോവുകയോ ചെയ്യുന്നു. കരിഞ്ഞ പാടുകളിൽ കുമിളിന്റെ വിത്തുകൾ അഥവാ സ്പോറുകൾ വളരെ ചെറിയ കുറഞ്ഞ കുത്തുകളായി കാണപ്പെടുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: സ്യൂഡോമോണാസ് 2% അല്ലെങ്കിൽ കാർബൻഡാസിം 0.1% ഉപയോഗിച്ച് വിത്ത് പരിചരണം നടത്തുക. മാൻഗോസബ് അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് ചെടികളിൽ തളിക്കുക. കേടുവന്ന ഇലകളും കായ്കളും പറിച്ച് നശിപ്പിക്കുക. രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുക. ഇലകരിച്ചിൽ. ചീയൽ വ്യാപകമായി കണ്ടുവരുന്ന ഈ രോഗം ഉണ്ടാക്കുന്നത് റൈസക്ടോണിയ സൊളാനി എന്ന കുമിളാണ്. ലക്ഷണങ്ങൾ: ഇലകളിൽ ചെറുപുള്ളികൾ പ്രത്യക്ഷപ്പെടുകയും ക്രമേണ ഇവ വലുതാകുകയും സുതാര്യമായ വൈക്കോൽ നിറമാവുകയും ചെയ്യുന്നു. ക്രമേണ പാടുകളുടെ നടുഭാഗം അടർന്ന് അവിടെ ദ്വാരങ്ങൾ രൂപപ്പെടുന്നു. ഇലപ്പുള്ളികളുടെ അടിഭാഗത്ത് കുമിളിന്റെ വിത്തുകൾ പൊടി പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നതായി കാണാം. ഇവയുടെ ആക്രമണം കൂടുതലായി കാണുന്നത് ചുവന്ന ചീരയിലാണ്. നിയന്ത്രണ മാർഗങ്ങൾ:
ചുവന്ന ചീര തനിവിളയായി കൃഷി ചെയ്യുന്നതിനു പകരം രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളവ CO1 എന്ന പച്ചച്ചീരയുമായി ഇടകലർത്തി കൃഷി ചെയ്യുക. വിത്ത് നടുന്നതിന് മുമ്പായി സ്യൂഡോമോണാസ് 20 ഗ്രാം 1 കിലോഗ്രാം വിത്തിന് എന്ന തോതിൽ പുരട്ടുക. ചീര നടുന്നതിനായി ട്രൈക്കോഡർമ എന്ന മിത്രകുമിൾ ഉപയോഗിച്ച് സമ്പുഷ്ടമാക്കിയ ചാണകം വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതം മണ്ണിൽ ചേർക്കുക. നനയ്ക്കുമ്പോൾ ഇലകളുടെ മുകളിൽ കൂടി വെള്ളം ഒഴിക്കുന്നത് ഒഴിവാക്കി പകരം ചെടികളുടെ തടങ്ങളിൽ എത്തിക്കുക. മാംഗോസബ് എന്ന കുമിൾനാശിനി 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ തെളിഞ്ഞ ചാണക വെള്ളത്തിൽ 1 കിലോഗ്രാം ചാണകം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയാനായി കുറച്ചു നേരം വയ്ക്കുക. ചാണകത്തെളി തുണിയിൽ കൂടി അരിച്ചെടുക്കുക. മാംഗോസബ് എന്ന കുമിൾനാശിനി 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ തെളിഞ്ഞ ചാണക വെള്ളത്തിൽ ചേർത്ത് ഇലകളുടെ ഇരുഭാഗങ്ങളിലും പതിക്കത്തക്ക രീതിയിൽ തളിക്കുക. കുമിൾനാശിനി തളിച്ച് 10 ദിവസം കഴിയുന്നതിന് ശേഷം മാത്രം അടുത്ത വിളവെടുപ്പ് നടത്തുക. മഞ്ഞൾപ്പൊടിയും സോഡാപ്പൊടിയും 4:1 എന്ന തോതിൽ ചേർത്തുണ്ടാക്കിയ മിശ്രിതം 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. മത്തിശർക്കര മിശ്രിതം, പഞ്ചഗവ്യം എന്നിവ 2 ആഴ്ച ഇടവിട്ട് തളിക്കാം. ലേറ്റ് ബ്ലൈറ്റ്, ഇലയും തണ്ടും കരിച്ചിൽ. തക്കാളിയിൽ മഴക്കാലത്ത് രൂക്ഷമാകുന്ന ഈ രോഗം ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ് എന്ന കുമിളാണ് കാരണം. ലക്ഷണങ്ങൾ: പ്രത്യേകിച്ച് ആകൃതിയില്ലാത്ത അരികുകൾ, വ്യക്തമല്ലാത്ത നനഞ്ഞ പാടുകൾ ഇലകളിൽ കാണുന്നു. ഇലകളുടെ തുമ്പിൽ നിന്നോ അരികിൽ നിന്നോ ഇവ ആരംഭിക്കുന്നു. തണ്ടുകളിലും നനുത്ത പാടുകൾ കാണപ്പെടുന്നു. അനുകൂല അന്തരീക്ഷത്തിൽ ഇവ വ്യാപിച്ച് ഇലകരിച്ചിൽ, തണ്ടുണക്കവും ഉണ്ടാകുന്നു. ചെടിയുടെ വളർച്ച മുരടിക്കുന്നു. കായ്ഫലം കുറയുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: ശുചിത്വം പാലിക്കുക. രോഗവിമുക്ത വിത്തുകൾ നടാൻ ഉപയോഗിക്കുക. വിത്ത് സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് 2% ഉപയോഗിച്ച് പരിചരിച്ച ശേഷം നടുക. രോഗാരംഭത്തിൽ തന്നെ സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് തളിച്ച് രോഗം വ്യാപിക്കുന്നത് തടയുക. ഇതിനു പകരം ബോഡോ മിശ്രിതം 1%, കോപ്പർ ഓക്സിക്ലോറൈഡ് 0.2%, മാംഗോസബ് 0.2% എന്നിവയും തളിക്കാം. ഇലപ്പുള്ളി രോഗങ്ങൾ: സെർക്കോസ്പോറ ഇലപ്പുള്ളി രോഗം. പയർ, മുളക്, വഴുതന, വെണ്ട, വെള്ളരി എന്നീ വിളകളിൽ സാധാരണ കണ്ടുവരുന്ന ഈ രോഗത്തിന് കാരണം സെർക്കോസ്പോറ എന്ന കുമിളാണ്. ലക്ഷണങ്ങൾ: ഇലകളിൽ വൃത്താകൃതിയിൽ തവിട്ട നിറത്തിൽ അരികുകളുള്ള പാടുകൾ കാണപ്പെടുന്നതാണ് സാധാരണ ലക്ഷണം. ഇളം തവിട്ട നിറത്തിൽ കോണാകൃതിയിലുള്ള പാടുകളാണ് വഴുതനയിൽ കാണപ്പെടുന്നത്. എന്നാൽ വെണ്ടയിലാകട്ടെ ഇലകളുടെ അടിഭാഗത്ത് കറുത്ത പൊടി പോലുള്ള പുള്ളികൾ പ്രത്യക്ഷപ്പെടുകയും അവ ക്രമേണ വ്യാപിക്കുകയും ചെയ്യുന്നു. രോഗബാധ രൂക്ഷമായാൽ ഇല കരിഞ്ഞ് കൊഴിഞ്ഞു പോകുന്നു. കായ്പിടുത്തം കുറയുന്നു. അൾട്ടർനേറിയ ഇലപ്പുള്ളി രോഗം. തക്കാളി, വഴുതന, പടവലം, കോവൽ എന്നീ വിളകളിൽ ഈ രോഗം സാധാരണ കാണപ്പെടുന്നു. ലക്ഷണങ്ങൾ: തവിട്ട നിറത്തിലുള്ള പുള്ളികൾ ഇലകളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇവ വലുതായി കരിഞ്ഞ പാടുകൾ ആകുകയും ഇതിൽ തവിട്ട നിറത്തിലുള്ള വലയങ്ങൾ കാണപ്പെടുകയും ചെയ്യുന്നു. ബാക്ടീരിയൽ വാട്ടം. റൈസെറ്റോണിയ സൊളാനേഷ്യാറം എന്ന ബാക്ടീരിയയാണ് രോഗകേതു. വഴുതനവർഗ വിളകളായ തക്കാളി, മുളക്, വഴുതന എന്നിവയിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഈ രോഗം പയർ, വെള്ളരി എന്നീ വിളകളിലെയും ആക്രമിക്കാറുണ്ട്. ലക്ഷണങ്ങൾ: ഇലകൾ ദ്രുതഗതിയിൽ വാടി നശിക്കുന്നു. ഇത്തരം ചെടികളുടെ വേരുകളിലും തണ്ടുകളിലും ഉൾഭാഗം തവിട്ട നിറത്തിൽ കാണപ്പെടുന്നു. ഇതുമൂലം ചെടിക്ക് വെള്ളം വലിച്ചെടുക്കാനുള്ള ശേഷി കുറയുന്നു. വാടിയ ചെടികളുടെ തണ്ട് മുറിച്ചെടുത്ത് തെളിഞ്ഞ വെള്ളത്തിൽ മുക്കി വെച്ചാൽ മുറിപ്പാടിൽ നിന്നും വെളുത്ത പാല് പോലെ ബാക്ടീരിയ ഊറി വരുന്നത് കാണാം. നിയന്ത്രണ മാർഗങ്ങൾ: തുടർച്ചയായി ഈ രോഗം കണ്ടുവരുന്നത് ഇനങ്ങളിൽ വിളപരിക്രമണം പാലിക്കുക. ചെടി നടുന്നതിന് മുമ്പ് തടത്തിൽ കുമ്മായം വിതറി മണ്ണ് അണുവിമുക്തമാക്കുക. നീർവാർച്ച ഉറപ്പുവരുത്തുക. സ്ഥിരമായി രോഗം കാണുന്ന സ്ഥലത്ത് പുതുതായി കൃഷി തുടങ്ങിയതിന് 10 ദിവസത്തിന് മുൻപ് കോപ്പർ ഓക്സിക്ലോറൈഡ് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കി ലായനി ഉപയോഗിച്ച് തടം കുതിർക്കുക. ചെടികൾ പറിച്ചു നടുന്നതിന് മുൻപ് സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് 30 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 15 മുതൽ 20 മിനിറ്റ് മുക്കി വെച്ച ശേഷം നടുക. 2 ആഴ്ച ഇടവിട്ട് സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് ലായനി തളിച്ചു കൊടുക്കുക. വാട്ടം ബാധിച്ച ചെടികൾ പിഴുതുമാറ്റി നശിപ്പിച്ച ശേഷം തടങ്ങളിൽ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് അണു നശീകരണം നടത്തുക. അത്യുൽപാദന ശേഷിയുള്ള രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ഇനങ്ങൾ രോഗപ്രതിരോധ ശേഷി കൂടിയ ഇനങ്ങളിൽ ഗ്രാഫ്റ്റ് ചെയ്ത് രോഗത്തെ ചെറുക്കാം. രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുക. മുളക്, മഞ്ചേരി, ഉജ്ജ്വല, അനുഗ്രഹ, KU ക്ലസ്റ്റർ, വെള്ളക്കാന്താരി. തക്കാളി അർക്ക അലോക്, അർക്ക ശ്രേഷ്ഠ്, അർക്ക അഭിജിത്ത്, മേഘ, ശക്തി, വെള്ളായനി, വിജയ്. പറഞ്ഞ സംയോജിത രോഗനിയന്ത്രണ മാർഗങ്ങളിലൂടെ മഴക്കാല രോഗങ്ങൾ നിയന്ത്രിക്കാനും വിളനഷ്ടം ഒഴിവാക്കാനും സാധിക്കും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് SACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി ഇലവർഗ പച്ചക്കറികൾക്ക് ഒരു പുത്തൻ കൃഷി രീതിയായ കൊക്കോപോണിക്സിനെ പറ്റി കൂടുതൽ അറിയാം. ഇലവർഗ പച്ചക്കറികൾ പോഷക സമ്പന്നവും ആരോഗ്യദായകവും ആണെന്ന് അറിയാമല്ലോ.
വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടുള്ള കാഴ്ചക്കുറവിനും ഇരുമ്പിന്റെ അഭാവം കൊണ്ടുള്ള രക്തക്കുറവിനും അഥവാ അനീമിയയ്ക്ക് ഇലക്കറികൾ ഗുണകരമായി പ്രതിവിധിയാണ്. ചീര, മുരിങ്ങയില, സ്പിനാച്ച്, ലെറ്റ്യൂസ്, മല്ലി, കെയിൽ എന്നീ വിളകൾ കൂടുതലായി കേരളത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ബ്രൊക്കോളി, ശതാവരി, ചെറി ടൊമാറ്റോ, ബെൽ പെപ്പർ, പാർസലി, ലീക്ക്, സെലറി, ബോക് ചോയ് എന്നീ വിദേശ വിളകളും പ്രചാരത്തിലും പോഷകങ്ങളിലും മുന്നിലാണെങ്കിലും ഇവയുടെ തദ്ദേശ കൃഷി വ്യാപകമല്ലാത്തതിനാൽ ഇറക്കുമതി ചെയ്യേണ്ടി വരികയും അതിനാൽ കൂടുതൽ വില നൽകേണ്ടി വരികയും ചെയ്യുന്നു. ഇവയുടെ പ്രാദേശിക കൃഷി പോഷക സുരക്ഷയ്ക്കും ആദായകരമായ സംരംഭം എന്ന നിലയിലും പ്രാധാന്യം അർഹിക്കുന്നു. ഇലവർഗ പച്ചക്കറികൾക്ക് ഒതുങ്ങുന്ന ഒരു പുത്തൻ കൃഷിരീതിയാണ് കൊക്കോപോണിക്സ്. എന്താണ് കൊക്കോപോണിക്സ്? മണ്ണ് കുറച്ച് ഉൽപാദനക്ഷമതയും ജല ഉപയോഗക്ഷമതയും വർദ്ധിപ്പിച്ച് ചെയ്യാവുന്ന ഹൈഡ്രോപോണിക്സ് കൂടുതലും നഗര കൃഷി, മുട്ടപ്പാവിലെ കൃഷി, വാണിജ്യ കൃഷി എന്നിവയിൽ ഒതുങ്ങുന്നു. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന് ICAR കീഴിലുള്ള ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് അഥവാ IIHR വികസിപ്പിച്ചെടുത്ത ഹൈഡ്രോപോണിക്സിന്റെ വകഭേദമാണ് കൊക്കോപോണിക്സ്. മണ്ണില്ലാതെ കൊക്കോ പീറ്റ് സബ്സ്ട്രേറ്റ് അഥവാ മാധ്യമമായി ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കറികളും ഇലവർഗ വിളകളും വിജയകരമായി ഇതുവഴി വളർത്തി. തെങ്ങിൻ തൊണ്ടിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു വിവിധോദ്ദേശ കൃഷി മാധ്യമമാണ് കൊക്കോപീറ്റ്. തെങ്ങിന്റെ തൊണ്ട് ഉണക്കി അഴുക്കും മറ്റു മാലിന്യങ്ങളും അവശിഷ്ടങ്ങളും നീക്കം ചെയ്തതിന് ശേഷമാണ് ഇവ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. രോഗാണു വിമുക്തമാക്കിയ ഈ മാധ്യമം പൂർണ്ണമായും ജൈവവും പരിസ്ഥിതി സൗഹൃദവുമാണ്. വായു നിറഞ്ഞ സുഷിരത്വവും ഉയർന്ന ജലസംഭരണ ശേഷിയുമുള്ള ഇതിന് കൃഷിക്ക് അനുയോജ്യമാക്കുന്നു. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്നതിനുള്ള അർക്ക ഫെർമെന്റഡ് കൊക്കോപിറ്റും അഥവാ AFC, ദ്രാവക പോഷക ഫോർമുലേഷൻ, അർക്ക സസ്യ പോഷകരസം ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ ഉൽപാദന സാങ്കേതിക വിദ്യയും അടിസ്ഥാന മാതൃകയ്ക്ക് അനുയോജ്യമായി ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. 30 ദിവസത്തെ ജൈവ രൂപാന്തരണം സംഭവിച്ച ചകിരിച്ചോറാണ് IFC. പരീക്ഷണാടിസ്ഥാനത്തിൽ 4:1:1 അടി അളവിലുള്ള സിൽപോളിൻ ഗ്രോ ബാഗുകളിൽ 30:20 സെന്റിമീറ്റർ അകലക്രമം പാലിച്ച് ഒരു ഗ്രോ ബാഗിൽ തന്നെ 2 വ്യത്യസ്ത വിദേശ ഇലവർഗ പച്ചക്കറികൾ നടുകയും ആവശ്യാനുസരണം ജലസേചനവും വളവും നൽകിയപ്പോൾ IFC അവയുടെ വളർച്ചയ്ക്ക് മികച്ച മാധ്യമമാണെന്ന് കാണുകയുണ്ടായി. കൊക്കോപിറ്റ് അടിസ്ഥാനമാക്കിയുള്ള കൃഷിക്ക് ആവശ്യമായ മൂലകങ്ങൾ അടങ്ങുന്ന ദ്രാവക വളമാണ് അർക്ക സസ്യപോഷക് രസ്. ഇത് A, B എന്നിങ്ങനെ 2 ലായനികളിൽ ഉള്ളതും ഒരേ ലായനിയും 3.5 മുതൽ 4 മില്ലി വീതം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ചെറിയ ഗ്രോ ബാഗുകളിൽ 200 മില്ലി, വലിയ ഗ്രോ ബാഗുകളിൽ 600 മില്ലി എന്നീ അളവിൽ പ്രയോഗിക്കാവുന്നതുമാണ്. തുറസായ സ്ഥലത്തിലെ കൃഷിക്കും സംരക്ഷിത കൃഷിക്കും കൊക്കോപിറ്റ് അനുയോജ്യമാണ്. കൃഷിമുറ്റത്തോ ബാൽക്കണിയിലോ മട്ടുപ്പാവലിലോ പോളി ഹൗസുകളിലോ ആവട്ടെ ഇലവർഗ പച്ചക്കറികളുടെ കൃഷിക്ക് വിജയകരമായി അനുവർത്തിക്കാവുന്ന രീതിയാണ് കൊക്കോപോണിക്സ്. ആഗോളവൽക്കരണത്തിന്റെ ഈ കാലത്ത് ആളുകളുടെ ജീവിത ഭക്ഷണ രീതികളിൽ വലിയ രീതിയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ. ചെറുകിട കർഷകർക്കിടയിലും പോളി ഹൗസുകളിലും ഇലക്കറികൾ ഉൾപ്പെടെയുള്ള വിദേശ വിളകൾ വളർത്തി ഭക്ഷണ വിപണി കീഴടക്കാവുന്ന സാധ്യതകൾ ഏറെയാണ്. നഗരപ്രദേശങ്ങളിലെ സ്ഥലപരിമിതി ഭക്ഷ്യോൽപാദനത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയിൽ മണ്ണ് ആവശ്യമില്ലാത്ത കൊക്കോപോണിക്സ് കൃഷിരീതി ഭക്ഷ്യസുരക്ഷ കൈവരിക്കുന്നതിനും തൊഴിൽ ഇല്ലായ്മ പ്രശ്നത്തിനും പരിഹാരമാകുന്നു. സമീപ ഭാവിയിൽ ഈ സംവിധാനങ്ങളുടെ പ്രയോഗം നിലവിലുള്ള നഗരങ്ങൾക്കടുത്തും ലോകമെമ്പാടുമുള്ള മെഗാ സിറ്റികളിലും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നമോ ഡ്രോൺ ദീദി പദ്ധതി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ഫെർട്ടിലൈസർ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സർക്കാർ വകുപ്പുകൾ സഹകരിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു കേന്ദ്രമേഖലാ പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി. നാനോ വളങ്ങളുടെയും കീടനാശിനികളുടെയും കൃത്യമായ സ്പ്രേ ചെയ്യുന്നതിനായി കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും മുഖ്യധാര കൃഷിയിൽ അവരുടെ സുസ്ഥിരമായ പങ്കാളിത്തത്തിനും ഊന്നൽ നൽകാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. പദ്ധതികളുടെ പ്രധാന ഹൈലൈറ്റുകൾ ഇവയാണ്: ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഗ്രാമവികസന വകുപ്പ്, രാസവള വകുപ്പ്, NRLM, ലീഡ് ഫെർട്ടിലൈസർ കമ്പനികൾ എന്നിവയുടെ കീഴിൽ പ്രമോട്ട് ചെയ്യപ്പെടുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ വിഭവങ്ങളും പരിശ്രമങ്ങളും സംയോജിപ്പിച്ച് സമഗ്രമായ ഇടപെടലുകൾ പദ്ധതി നിർദ്ദേശിക്കുന്നു. കാർഷിക സേവനങ്ങൾ നൽകുന്നതിന് NRLM കീഴിൽ ഗ്രാമപ്രദേശങ്ങളിലെ ഏരിയ അല്ലെങ്കിൽ ക്ലസ്റ്റർ SHG ഗ്രൂപ്പുകൾ എന്നിവയുടെ ശരിയായ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ്
പദ്ധതിയുടെ നടത്തിപ്പ്. അങ്ങനെ ഡ്രോൺ സേവനങ്ങൾക്കായുള്ള അവരുടെ ഭാഗത്തെ കർഷകരിൽ നിന്നുള്ള ആവശ്യമനുസരിച്ച് പ്രദേശം അല്ലെങ്കിൽ ക്ലസ്റ്റർ തിരഞ്ഞെടുക്കുന്നതിനായി വിലയിരുത്തപ്പെടും. അത് സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അടിസ്ഥാനമായി മാറും. സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന മിഷൻ ഡയറക്ടറേറ്റ് ഓഫ് NRLM, LFC, ICAR പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റി ഡ്രോണുകൾ നൽകുന്നതിനായുള്ള തിരിച്ചറിഞ്ഞ ക്ലസ്റ്ററുകളിലെ സംസ്ഥാനങ്ങളിലെ NRLM പ്രകാരമുള്ള പുരോഗമന വനിതാ സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കും. ഡ്രോൺ പൈലറ്റിന് വനിതാ SSG അംഗങ്ങളെ തിരഞ്ഞെടുക്കൽ, ഡ്രോൺ അസിസ്റ്റന്റ് പരിശീലനം എന്നിവ സമിതിയുടെ ഉത്തരവാദിത്തമാണ്. ജില്ല തിരിച്ചുള്ള ഡ്രോൺ ഉപയോഗം, ലഭ്യത, നിലവിലുള്ള വിടവ് എന്നിവയുടെ വിലയിരുത്തൽ, ഭാവി ആവശ്യകതകൾ തിരിച്ചറിയൽ, തിരഞ്ഞെടുത്ത വനിതാ SSGക്ക് LFC കീടനാശിനി കമ്പനികളുമായി ഏകോപിപ്പിച്ച് ബിസിനസ് നൽകൽ ഉറപ്പാക്കൽ എന്നിവയാണ് മറ്റു സവിശേഷതകൾ. യോഗ്യരായ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളിൽ നിന്നും ഒരാളെ 15 ദിവസത്തെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കും. അതിൽ 5 ദിവസത്തെ നിർബന്ധിത ഡ്രോൺ പൈലറ്റ് പരിശീലനവും കാർഷിക ആവശ്യത്തിനായും കീടനാശിനി പ്രയോഗത്തിനും വേണ്ടി അധിക 10 ദിവസത്തെ പരിശീലനവും ഉൾപ്പെടുന്നു. NRLMന് കീഴിൽ SSGയിലെ മറ്റ് അംഗങ്ങൾക്ക് ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ഫിറ്റിംഗ്, മെക്കാനിക്കൽ ജോലികൾ എന്നിവ ഏറ്റെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഡ്രോൺ സഹായിയായി പരിശീലനം നൽകും. തിരിച്ചറിഞ്ഞ സ്വയം സഹായ സംഘങ്ങൾക്ക് NRLM പ്രകാരം ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായവും വായ്പയും നൽകും. NRLMന് കീഴിൽ SSGകൾ ഡ്രോണുകൾ വാങ്ങുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും ഡ്രോണുകളുടെ പരിപാലനത്തിനും ഡ്രോൺ കമ്പനികൾ മുഖേന നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് LFCകൾ ഡ്രോൺ നിർമ്മാണ കമ്പനികൾക്കും SSGക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കും. ബന്ധപ്പെട്ട SSGകളുടെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുമായുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വഴി LFCകൾ ഡ്രോണുകൾ വാങ്ങുകയും SSGകൾക്ക് ഡ്രോണുകളുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യും. അവയുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സ്വയം സഹായ സംഘങ്ങളുമൊത്തുള്ള ഡ്രോണുകൾ, നാനോ വളങ്ങളുടെ ഉപയോഗം LFCകൾ പ്രോത്സാഹിപ്പിക്കും. നാനോ വളത്തിനും കീടനാശിനി പ്രയോഗത്തിനുമായി കർഷകർക്ക് ഡ്രോൺ സേവനങ്ങൾ SSGകൾ വാടകയ്ക്ക് നൽകുകയും SSGകൾക്ക് അധിക വരുമാനം നേടുകയും ചെയ്യും. നമോ ഡ്രോൺ ദീദിയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ഡ്രോൺ വാങ്ങുന്നതിന് NRLM SSGകൾക്ക് സബ്സിഡി നൽകുന്നു. ഡ്രോൺ വിലയുടെ 80% സബ്സിഡിയായി 8 ലക്ഷം രൂപയും നൽകുന്നു. ഡ്രോണിന്റെ ബാക്കി ചിലവിന് AIFൽ നിന്ന് വായ്പാ സൗകര്യം, അതുപോലെ 3% പലിശ നിരക്കിൽ EC ലോണും നൽകുന്നതാണ്. ഡ്രോൺ പാക്കേജിന്റെ ഭാഗമായി ഡ്രോൺ പൈലറ്റ് പരിശീലനവും ഡ്രോൺ വഴി അധികമായി വരുമാനം നേടാനുള്ള അവസരവും ലഭിക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് കർഷകർക്ക് ഡ്രോൺ സേവനം നൽകാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടം ഫോഴ്സ് സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടം ഫോഴ്സ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടം ഫോഴ്സ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20-5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന്
ഭാരത് NPK 20.50023 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.50023 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്ക് രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15 FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിത അവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ടാന മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിന്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിന്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിന്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിന്റെ പ്രയോഗം മൂലം മണ്ണിന്റെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു.
ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ. ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം പച്ചക്കറിത്തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ്. പൊട്ടാഷിന്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലപുഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. FECT കാർഷിക സ്പോൺസർഡ് പരിപാടി.